ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല പഞ്ഞി പോലുള്ള അപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബൗളിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള അപ്പമാണ്. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണി ചായക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, ഇല്ലാതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ സോഫ്റ്റ് അപ്പം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇനിയിപ്പോൾ 2 കപ്പ് പച്ചരിയാണെന്ന് എടുക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ല എന്ന് കരുതിയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നമ്മുടെ ഉഴുന്നും പച്ചരി നന്നായിട്ട് തന്നെ 1, 2, 3 തവണയെങ്കിലും ശരിക്കും ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ 2-3 തവണയെങ്കിലും നന്നായിട്ട് കഴുകി നിറച്ച് തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി എടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ അരിയുടെയും അതേപോലെ തന്നെ ഉഴുന്നിൻ്റെയൊക്കെ മേളിൽ ഇതേപോലെ നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് കുതിർന്ന് വരട്ടെ. അപ്പോൾ നമുക്കത് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരിയും അതേപോലെ തന്നെ ഉഴുന്നുമൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതും മതി. ഇപ്പം ഈ വെള്ളം കളയരുതിട്ടോ. ഈ വെള്ളത്തിലാണ് നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും അതേപോലെ തന്നെ ഉഴുന്നും ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഉഴുന്നിൻ്റെയും പച്ചരിയുടെയും കൂടെ തന്നെ ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയായിട്ടും എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ്. അത്രയും തന്നെ ചോറും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ 1 കപ്പ് നമ്മൾ പച്ചരിക്ക് 1/4 കപ്പ് ചോറും അതേപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല മധുരത്തിന് വേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പഞ്ചസാരയുടെ അളവ് നമുക്ക് തീരുമാനിക്കാം. 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ കറിയുടെ കൂടെ വേണം കഴിക്കാനായിട്ട്. വെറുതെ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ കറികളൊന്നുമില്ലാതെ നമ്മുടെ അപ്പം മാത്രമായിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഇതിനകത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ അരിയും ഉഴുന്നുമൊക്കെ കുതിർത്ത് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നിങ്ങ് അരച്ചെടുക്കാം. കണ്ടത് ഇതേപോലെ നമ്മുടെ അരിയുടെ ഒപ്പത്തിന് നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒരുപാട് കൂടുകയും വേണ്ട, എന്നാൽ തീരെ അങ്ങോട്ട് കുറയുകയും വേണ്ട. കണ്ടത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചരിയും തേങ്ങയും ഉഴുന്നും ചോറും എല്ലാം നല്ലോണം തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നന്നായിട്ട് പൊങ്ങി ശരിക്കും സെറ്റായി വരാനായിട്ട് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് വെള്ളം കൂടുതലുമില്ല, തീരെയാണ് വെള്ളം കുറവൊന്നും അല്ലാതെ, നല്ല കട്ടിയില്ല എന്നാൽ ഒരുപാട് ലൂസും ഇല്ലാതെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പച്ചരിയുടെ ഒപ്പം നിർത്തിയിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അപ്പം പുളിച്ച് പൊങ്ങി വരാനായിട്ട് ചിലപ്പോൾ 2-3 മണിക്കൂറിൻ്റെ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരും. ഇനിയിപ്പോൾ തണുപ്പും മഴയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ എടുക്കും നന്നായിട്ടൊന്ന് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥേനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ അപ്പം ഒന്ന് പുളിച്ച് പൊങ്ങി വരാനുള്ള സമയം. എന്താണെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പുളിച്ച് ശരിക്കും അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പും അതേപോലെ തന്നെ മഴയൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എനിക്കൊരു 3 മണിക്കൂർ മാത്രം മതിയാവും ശരിക്കും അങ്ങ് പൊങ്ങി വരാനായിട്ട്. കേട്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, നന്നായിട്ട് പുളിച്ച് ശരിക്കും അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത്. നമ്മൾ ഇത് വരുന്നതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്തേണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് പഞ്ചസാര ചേർത്തുകൊണ്ടാണ് ഒരുപാട് ഉപ്പ് ചേർക്കാത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അങ്ങ് ആവിക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ കുട്ടി കുട്ടി പാത്രത്തിലാട്ടോ നമ്മൾ ആവിക്ക് വെക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് 8 എണ്ണമാണ് നമുക്ക് അപ്പം കിട്ടുന്നത്. 8 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 9 അപ്പമാണ് നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് പച്ചരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന വലിയ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 അപ്പം വരെയൊക്കെ നമുക്ക് കിട്ടും.
അത് നമ്മൾ ഈ എടുത്തിരിക്കുന്ന എല്ലാ പാത്രത്തിലേക്കും നിറച്ച് തന്നെ വെളിച്ചെണ്ണ പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡിലേക്കും വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇഡ്ഡലിത്തട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അങ്ങ് പാത്രം വെച്ച് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് ആവി വരണം. ആ പാത്രത്തിനും കൂടി നന്നായിട്ടൊന്ന് ചൂട് കയറി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു പകുതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം ഇതേപോലെ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പാത്രത്തിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ ഒരിക്കലും നിറച്ചൊഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ 1/4 ഭാഗമോ അല്ലാന്നുണ്ടെങ്കിൽ അര ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, പുറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിണ്ട് കയറി ശരിക്കും വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്കിത് എടുത്ത് താഴെ ഇറക്കി വെച്ചിട്ട് ബാക്കി മാവും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാനായിട്ട്. അന്നേരമാണ് ഒട്ടും തന്നെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ പൊങ്ങി പതുക്കെ ഒന്നുങ്ങ് വിണ്ട് കയറി വന്നിരിക്കുന്നുണ്ടോ. കറക്റ്റായിട്ട് വെന്തെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ പതുക്കെ ഒന്നുങ്ങ് കൈവച്ച് വിടുവിച്ച് കൊടുത്താൽ തന്നെ നന്നായിട്ട് പോകുന്നുള്ളൂ കേട്ടോ, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ. അങ്ങനെ പാത്രത്തിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ശരിക്കും അങ്ങ് വിടുവിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിലാണ് നമ്മുടെ അപ്പം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ അപ്പം ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. കഴിക്കാനാണെന്നുണ്ടെങ്കിലും മധുരമൊക്കെ ചേർത്തുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ കഴിക്കാൻ മാത്രമല്ല, കാണാനാണെന്നുണ്ടെങ്കിലും നല്ല രസമല്ലേ. എല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ ഷേപ്പിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടതാ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം ഇത്രയൊന്നും വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. കറിയുടെ കൂടെ വേണം കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും മധുരമൊക്കെ ചേർത്ത് ഇതേപോലെ തയ്യാറാക്കുന്നതായിരിക്കും ഒരുപാട് ഇഷ്ടമാവുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.